സൂപ്പർ ബ്രാൻഡ് ചർച്ച തുടരുന്നു. ഹരീഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഈ CHRൻ്റെ കാര്യത്തിൽ സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അത് വനഭൂമിയാണ് എന്നാണെന്നും അതുകൊണ്ട് മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധ്യമല്ല എന്നും പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധിയും കിടക്കുന്നതുകൊണ്ട് അത് മറികടക്കാൻ കഴിയില്ല, കോർട്ട് ലക്ഷ്യമാകുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ മിനിറ്റ്സിൽ കാണുന്ന ഒരു കാര്യം ഹരീഷിന് അറിയുന്നത് പോലെ 95-ൽ ചീഫ് സെക്രട്ടറി ഇത് റവന്യൂ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് ഈ നീക്കവുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് നിയമപരമായി കഴിയുമോ? CHR സംബന്ധിച്ച് 2,20,000-ലധികം ഏക്കർ ഭൂമിയുണ്ട്. 334 സ്ക്വയർ മൈൽ എന്നാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് വനഭൂമിയാണോ അല്ലയോ എന്ന തർക്കം ഉന്നയിക്കുന്ന കേസുകളിലെല്ലാം തന്നെ നമുക്കറിയാം. 93-ൽ പ്രത്യേക ചട്ടം കൊണ്ടുവന്ന് നമ്മൾ 28,000 ഹെക്ടർ സ്ഥലം, ഇടുക്കിയിൽ ഏതാണ്ട് 50,000 ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ഈ പതിച്ചു കൊടുക്കാനെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരിസ്ഥിതി സംഘടനകൾ പോവുകയും 2009-ൽ സുപ്രീം കോടതി നേച്ചർ ലവേഴ്സ് കേസിൽ ഈ CHRനകത്ത് നിന്ന് 23,000 ഹെക്ടർ സ്ഥലം വനഭൂമിയുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പതിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു. അതായത് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ തന്നെ പങ്കാളിയായ കേസിലെ വിധിയാണ്. അതിനുശേഷം സംസ്ഥാന സർക്കാർ ചെന്ന് പറയുന്നു 17,000 ഏക്കർ മാത്രമേ CHR ഉള്ളൂ വനഭൂമി. വേണു, 17,000 ഏക്കർ മാത്രമുള്ള വനഭൂമിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് 50,000 ഏക്കർ കുറയ്ക്കുന്നത്? കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തോട് നമ്മൾ ഈ 2 ലക്ഷത്തിൽ നിന്ന് 50,000 പട്ടയം കൊടുക്കാൻ തരണമെന്ന് പറയുകയും അത് കിട്ടുകയും ബാക്കി എല്ലാവരെയും ഒഴിപ്പിക്കണമെന്ന് 2009-ൽ സുപ്രീം കോടതി വിധി ഉണ്ടാവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഇടതുപക്ഷ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലം വരെ എല്ലാ കേസുകളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ എല്ലാ കേസുകളിലും കേരള സർക്കാർ എടുത്ത സ്റ്റാൻഡ് ഇത് വനഭൂമിയാണ് എന്നുള്ളതാണ്. ഇനി വനഭൂമിയെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും പരിശോധിക്കുക വള്ളിയിൽ ഗോപിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടാണ്. സുപ്രീം കോടതി മുമ്പാകെ 97-ൽ കൊടുത്ത റിപ്പോർട്ട് അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ അവസാന വാക്കാണ് വനഭൂമിയെ സംബന്ധിച്ചിടത്തോളം. വള്ളിയിൽ ഗോപിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കാടമം ഹിൽ റിസർവ് വനഭൂമിയാണ്. പതിച്ചു കൊടുത്ത മുഴുവൻ ഭൂമികളും വനഭൂമിയാണ്. അതിൻ്റെ സ്റ്റാറ്റസ് മാത്രമാണ് വനം. അവിടെ വനേതര പ്രവർത്തനം നടത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കണം. എന്നാൽ പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തും അവിടെ ആകാം. വീട് വയ്ക്കാം, കൃഷി ചെയ്യാം, കടകൾ നിർമ്മിക്കാം, എന്തുമാകാം. അപ്പോൾ ലീഗൽ സ്റ്റാറ്റസ് വനമാണെന്ന് സുപ്രീം കോടതി പറയുന്നതിൽ പിന്നെ ഇത്തരം തർക്കം എന്തിനാണ്? ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അതിൻ്റെ സംശയം എല്ലാവർക്കും ബോധ്യപ്പെടും. സംസ്ഥാന സർക്കാരിന് ഇത് റവന്യൂ ഭൂമിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത അഫിഡവിറ്റിൻ്റെ കേസ് എന്തിനാണ് പൂർത്തിവെച്ചിരിക്കുന്നത്? ആർഗ്യൂ ചെയ്ത് കേസ് തീർക്കരുതോ? ഞാൻ വെല്ലുവിളിക്കുന്നു ഈ സർക്കാരിനെ, മുഖ്യമന്ത്രിയെ, റവന്യൂ മന്ത്രിയെ. നിങ്ങൾക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇടുക്കിക്കാരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ കേസ് ഒന്ന് ഹിയറിംഗിന് എടുപ്പിക്കാമോ? അങ്ങനെയെങ്കിൽ ഹരീഷ് എന്തിനാണ് ഒരു കൊടും വഞ്ചന മുഖ്യമന്ത്രി കാണിച്ചു എന്ന് പറയുന്നത്? കാരണം മുഖ്യമന്ത്രി ഇനി അങ്ങനെ വ്യക്തിപരമായി അത്തരമൊരു വഞ്ചന നടത്തിയാൽ പോലും ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതല്ലല്ലോ. ഇവിടെ കോടതി വിധികളുണ്ട്, അത് മറികടക്കാൻ കഴിയില്ല ഒരാളുടെ ഇംഗിതത്തിന്. അപ്പോൾ നടപ്പാകാത്ത കാര്യങ്ങളെല്ലാം ചേർന്ന് നിയമലംഘനത്തിനുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ചവറ്റുകുട്ടയിൽ എറിയപ്പെടാവുന്ന ഒരു കടലാസ് 8 പേജ് അത്രയുമായി അതിനെ കണ്ടാൽ പോരെ? അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെയല്ലാത്തതെന്ന് ചോദിച്ചാൽ ഈ കേസ് നിൽക്കുന്ന കാലയളവിലെല്ലാം നേരത്തെ ശ്രീ ജോൺ പെരുവന്താനം പറഞ്ഞതുപോലെ 200ഓളം പാറമടകൾ അവർ പ്രവർത്തിക്കുന്നു. ഞാനും വേണുവും സംസാരിക്കുന്നത്, ഞാൻ 10 വർഷമായി ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നു. ഈ 10 വർഷവും CHR ഓരോ ദിവസവും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. CHR ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പുറത്തു വരുന്ന ഓരോ പുൽമേടുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീറാം അവസാനം പോയി പിടിച്ച സബ് കളക്ടർ പിടിച്ച പാറമടയുടെ ആകാശ വ്യൂ പിന്നെ ഹെലികോപ്റ്ററിൽ ഷൂട്ട് ചെയ്ത് മാതൃഭൂമി കാണിച്ചല്ലോ. അവിടുന്ന് ഉണ്ടായ ഒരു നീരിറവ് ഇല്ലാതായിരിക്കുന്നു. നമ്മൾ ഓരോ വർഷം പിന്നീട് ഹരീഷ് ഒരു കാര്യം കൂടി. ഹരീഷ്, ഇവിടെ ഈ ഒന്നാമത്തെ കാര്യം, ഈ നിവേദിതയുടെ റിപ്പോർട്ട് പുനഃപരിശോധിക്കണം എന്ന് പറയുന്നത്, ഇത് വെറും സ്ഥലം മാത്രമല്ലല്ലോ ഹരീഷ്. ഇവിടെ ജീവിക്കുന്നുണ്ട് മനുഷ്യർ, വീട് ഉണ്ടാക്കി അവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്, അവർ കൃഷി. അപ്പോൾ ഈ നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി എന്ന് പറയുന്നതിൻ്റെ സംഭാവന നടത്തുന്നവർ കൂടിയാണ് അവർ. പക്ഷേ അതിൻ്റെ പേരിൽ അവർ വേട്ടയാടപ്പെടുന്നു. ഇപ്പോൾ ഇതിൽ പറയുകയാണ് ചില തോട്ടങ്ങൾ ഏറ്റെടുക്കണം, ചില മരങ്ങൾ കൃഷി ചെയ്യാൻ പാടില്ല, ചിലത് മുറിക്കണം. പക്ഷേ ഇതിന് അധികാരപ്പെടുത്തുന്നില്ല ആരെയും, ഇതിനൊരു വ്യക്തമായ കാലഗണന വെക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങളെ, അതിൽ കയ്യേറ്റക്കാരുണ്ട്, അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നവരുണ്ട്, അവരെ അങ്ങനെ തന്നെ കാണാം. അതല്ലാതെ വളരെ ജെനുവിനായിട്ടുള്ള കേസുകൾ ഇതിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ നാം ഒരു പോസ്റ്റ് ബട്ടണിൽ നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പുനർനിർണ്ണയിക്കപ്പെടേണ്ടതാണ് എന്നൊരു ജനകീയ ആവശ്യം വന്നാൽ
അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ വസ്തുത പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ വേണം. പക്ഷേ എന്തുകൊണ്ട് ആ വസ്തുത ഇപ്പോൾ വേണുവും ഞാനും വായിക്കുന്ന ആ മിനിറ്റ്സിലില്ലല്ലോ? ഏതെങ്കിലും ഗവൺമെൻറ് രേഖകളിലുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലൊന്നും ഇത് പുകമറ മാത്രമായി വെക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഉത്തരവ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. നിവേദിത ഹരൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വന്ന ജിഒയുടെ ഏറ്റവും അവസാനത്തെ 2 ഉത്തരവുകൾ എന്താണെന്നറിയോ? ജനപ്രതിനിധികളും ഉന്നതരായ ഓഫീഷ്യൽസും അവിടെ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അത് വിജിലൻസ് അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് ഫയൽ ചെയ്യണം. അവർക്കെതിരെ ലോകായുക്തയിൽ നടപടി സ്വീകരിക്കണം. അത് ആ റിപ്പോർട്ട് ആ ജിയോ വന്നിട്ട് നമ്മളിപ്പോൾ 1 വർഷം പിന്നിട്ടു. 1 വർഷവും 2 മാസവും. ഗ്രീൻ ട്രൈബ്യൂണൽ കഴിഞ്ഞ ദിവസവും ഞാൻ ആർഗ്യൂ ചെയ്ത കേസിൽ ചോദിച്ചു, എന്തുകൊണ്ട് ഇതിനെതിരെ നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് ഈ ഉത്തരവ് നടപ്പാക്കിയില്ല? അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായി ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ പട്ടയത്തെ ആരെങ്കിലും എതിർത്തോ? അവിടുത്തെ പട്ടയം കൊടുക്കുന്ന വ്യവസ്ഥകൾ ലംഘിക്കുന്ന ആളുകളെ പോലും എതിർത്തിട്ടില്ല. മരം മുറിക്കണമെങ്കിൽ അവർ നട്ടുപിടിപ്പിച്ച മരം അവർ മുറിച്ചോട്ടെ. ആരെങ്കിലും എതിർത്ത് പറഞ്ഞോ? ഏതെങ്കിലും പരിസ്ഥിതി പ്രവർത്തകൻ കോടതിയിൽ പോയി ഇവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല. അവിടെ പ്രായോഗികമായി ഉണ്ടാകുന്ന എല്ലാ സമീപനങ്ങളോട് യോജിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ചർച്ചയ്ക്ക് പോയത്. പക്ഷേ പിൻവാതിലിലൂടെ ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ ചർച്ച ചെയ്യാനുള്ള മര്യാദ, ജനാധിപത്യ മര്യാദയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ക്യാബിനറ്റ് രേഖകൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മന്ത്രിസഭയിൽ നിന്ന് വേണം ഒരു കാര്യം കൂടി ഈ ചർച്ചയെ പ്രതികരിച്ച് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഈ രേഖ പുറത്തു വരേണ്ടത് ഇന്നായിരുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ഇതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കുമ്പോഴാണ് ശ്രീ പി.ടി. തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അറിയുന്നത്. 3-4 ദിവസം, ഒരാഴ്ച മുമ്പ് നിയമസഭയിൽ കൊടുത്തൊരു രേഖ. വിജിലൻ്റായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അത് തിരിച്ചറിയണമായിരുന്നു. ചോദ്യം ചോദിച്ച ആളുകൾ പോലും നാളെ ഇതുവരെ ഇത് പുറത്തു കൊണ്ടുവന്നിട്ടില്ല. മാതൃഭൂമി ഇന്ന് രാവിലെയാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ചില വാർത്തകൾ ഇങ്ങനെ വരുന്നതൊഴിച്ചാൽ ഇടുക്കിയിലെ ഒരു ജനപ്രതിനിധിക്കും അവിടെ കൂടിയ ഇതിൽ പ്രശ്നമുണ്ടായിട്ടില്ല. ഈ യൂക്കാലിപ്റ്റസ് മരം വെട്ടുന്നത് തടയുന്നുകൊണ്ടുള്ള ഉത്തരവ് നിർദ്ദേശം വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ എല്ലാ ദിവസവും ചർച്ചയിൽ ശ്രീ ജോയ്സ് ജോർജ് ഉണ്ടായിരുന്നല്ലോ. അന്ന് പറഞ്ഞത് റബ്ബർ കൾട്ടിവേഷൻ നിർത്തേണ്ടി വരുമെന്നാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് യൂക്കാലി കൃഷി നിർത്തിയാൽ ആർക്കാണ് നോവുക എന്ന്. കഴിഞ്ഞ 1.5 മാസക്കാലമായി അദ്ദേഹത്തെ ഒരു ചർച്ചയിലും ഞാൻ പറയുന്നത് ഹരീഷ് ഈ വിഷയത്തിൽ പുലർത്തുന്ന ജാഗ്രത പ്രശംസനീയവുമാണ്. ഒരു ഇടവേള കൂടി. സൂപ്പർ പ്രൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 2 മിനിറ്റേ ഉള്ളൂ. ശ്രീ ജോൺ പെരുവന്താനം, ഇവിടെ ഇപ്പോൾ ഈ ദൗത്യത്തിൽ മുൻനിര പോരാളികളായി നിൽക്കുന്ന 2 പേരാണല്ലോ, കളക്ടറും അതുപോലെ തന്നെ ശ്രീറാം വെങ്കട്ടരാമനും. പക്ഷേ ഫാദർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞ കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഈ നിവേദിത പി ഹരൻ റിപ്പോർട്ട് അപ്രായോഗികമാണ്, നടപ്പാക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് നൽകിയത് ഇപ്പോഴത്തെ ഇടുക്കി കളക്ടറാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാകാം? പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയായിരുന്നു, CHR എന്ന് പറയുന്നത് വനമാണെന്ന് പറയുന്നത് അസംബന്ധമാണ് എന്ന്. അവിടെ ജീവിക്കുന്നൊരു വ്യക്തിയുടെ വാക്കായി എടുത്താൽ അത് ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ കർഷകരുടെ ഒരു നേർസാക്ഷ്യമായി വിശ്വാസയോഗ്യമായ ഒരു വാദമായി താങ്കൾ അംഗീകരിക്കുമോ? ഒരു കാരണവശാലല്ല. അദ്ദേഹത്തിന് ആ സംഭവത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. വനമല്ല എന്ന് പറയുന്ന CHR-നുള്ളിൽ 2 ദേശീയ ഉദ്യാനങ്ങൾ, നാഷണൽ പാർക്കുകൾ, മതികെട്ടാൻ ചോലയും പാമ്പാടും ചോലയും 2 ദേശീയ ഉദ്യാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങൾ നടക്കുന്നതിടയിൽ തന്നെ അത് വനമല്ലെങ്കിൽ പിന്നെ ദേശീയ ഉദ്യാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് വനമായതുകൊണ്ട് തന്നെയാണ് ദേശീയ ഉദ്യാനം. കർഷകരുടെ സ്ഥലം പെട്ടിട്ടുണ്ടെന്നും ഒന്നുകിൽ അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നഷ്ടപരിഹാരത്തിന് അർഹരായവർക്ക് കൊടുത്തതിന് ശേഷം തന്നെയാണ് ആ 2ഉം അവിടെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ കുറിഞ്ഞി സാഞ്ചുറിയായി പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥലത്തും ആരെങ്കിലും നഷ്ടപരിഹാരത്തിന് അർഹരുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ആ നടപടിയെ തന്നെ എതിർക്കും, ഞങ്ങൾ കൈവെട്ടും കാലുവെട്ടും എന്ന് പറഞ്ഞ ഒരു സംഘടിത സമൂഹത്തെ അണിനിരത്തുകയാണ് ഇടുക്കി ജില്ലയിലെ CPM. അതിന് നേതൃത്വം കൊടുക്കുന്ന MM മണിയോട് ആലോചിച്ചിട്ട് അവിടെ കയ്യേറ്റ് ഒഴിപ്പിച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ ഈ പ്രശ്നത്തിലുള്ള നിലപാട് ഒട്ടും ശരിയല്ല. ജോയ്സ് ജോർജിൻ്റെ പ്രശ്നത്തിൽ ജോയ്സ് ജോർജ് ഭൂമി കയ്യേറിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിന്മേലെ ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പരാമർശം നടത്താനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ, നിയമപരമായിട്ടുള്ള അവകാശമുണ്ടോ? അദ്ദേഹം ഒറ്റ കാരണത്തിൻ്റെ പേരിൽ കോടതി എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അന്ന് രാജിവെക്കേണ്ടി വരും.
അതുപോലെ എസ് രാജേന്ദ്രൻ ഭൂമി കയ്യേറിയിട്ടില്ല എന്ന് പറഞ്ഞു. നിയമസഭയിൽ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി പറയുന്നു എസ് രാജേന്ദ്രൻ ഭൂമി കയ്യേറിയെന്ന്. അപ്പോൾ പിണറായി വിജയനും CPM-ഉം കയ്യേറ്റക്കാരെ പച്ചയ്ക്ക് സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ട് പോരുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂ മന്ത്രിയുടെ ആ വാക്കിനെ താങ്കൾ വിശ്വാസത്തിലെടുക്കുമെങ്കിൽ റവന്യൂ മന്ത്രി ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞതായി താഴെ എഴുതി കാണിക്കുന്നുണ്ട് ശ്രീ പെരുവന്താനം, താങ്കൾക്ക് കാണാമെങ്കിൽ ഇത് മിനിറ്റ്സ് മാത്രമാണ് എന്ന്. അതും റവന്യൂ മന്ത്രിയാണ് പറയുന്നത്. ആശങ്ക വേണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ആ നിലപാട് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യമല്ല കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിന് ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. എനിക്ക് ചർച്ച അവസാനിപ്പിക്കുന്നുണ്ട്. ഫാദറിലേക്ക് എനിക്ക് വരാൻ കഴിയാത്തതിൽ അങ്ങനോട് ക്ഷമിക്കണം. അവസാനമായി ശ്രീ ഹരീഷ് വാസുദേവൻ, എന്തിന് ഇടുക്കി കളക്ടർ ഗോകുൽ നിവേദിത പീഹരന്റെ റിപ്പോർട്ട് അപ്രായോഗികമാണെന്നൊരു റിപ്പോർട്ട് നൽകി? ചുരുക്കം വാക്കുകളിൽ മറുപടി. എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം, സമയം കഴിഞ്ഞു. അവിടെയുള്ള നിയമവിരുദ്ധമായ റിസോർട്ടുകൾക്ക് അദ്ദേഹം സബ് കളക്ടർ ആയിരുന്നപ്പോൾ NOC കൊടുത്തോ എന്ന് ആലോചിച്ചാൽ മറ്റ് പല കാര്യത്തിനും നേരത്തെ ഇരുന്ന പല കളക്ടർമാരും ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തികൾ അദ്ദേഹവും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ അതിന് ഉത്തരം കിട്ടും. ഏതായാലും ഇടുക്കിയിൽ തൻ്റെ കൂട്ടുത്തരവാദിത്വമുള്ള തൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥരോട് ആലോചിക്കാതെ അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഈ ചർച്ചയിൽ ശ്രീ കൊച്ചുവരക്കലച്ചൻ പറയുമ്പോഴാണ് അറിയുന്നത്. ഗുരുതരമായ കുറ്റമാണ്. ശ്രീ ഗോകുൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി നടപടികൾ നേരിടേണ്ടി വരും. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.